സാധാരണ നമ്മളൊക്കെ ചെറുപ്പത്തിൽ കളിക്കാറുള്ളത് പോലെ ചെറിയ മക്കളൊക്കെ സ്കൂളില്ലാത്ത സമയങ്ങളിൽ ഏതെങ്കിലും പറമ്പിൽ പോയി ഒരു ചെറിയൊരു കുറ്റിപ്പരയൊക്കെ ഉണ്ടാക്കി അതിൽ കുറെ മണ്ണ് കൊണ്ടുവന്ന് കൂട്ടിയിട്ട് നമ്മൾ പറയും ഇത് അരിയാണ് എന്ന് പറയാറുണ്ട്. ചെറുപ്പത്തിൽ കുറെ മണ്ണ് കൂട്ടിയിട്ട് പറയും ഇത് അരിയാണ് എന്ന് പറയും. പൊടിമണ്ണ് കൊണ്ടുവന്ന് വെച്ചിട്ട് പറയും ഇത് ചായപ്പൊടിയാണ് എന്ന് പറയും. അതേ പ്രകാരം മണൽ കൂട്ടിയിട്ട് പറയും ഇത് പഞ്ചസാരയാണ് എന്ന് പറയും. ഇല കൊണ്ടുവന്ന് വെച്ചിട്ട് പറയും ഇത് മത്തിയാണ് അയിലയാണ് എന്ന് പറയും. 3 കല്ല് വെച്ചതിന്റെ മുകളിൽ ചിരട്ട വെച്ച ആ ചിരട്ടയിലേക്ക് വെള്ളമൊഴിച്ച് മത്തിയും അയിലൊക്കെ അതിലേക്ക് മുറിച്ചിട്ട് കറി വെക്കും. രസമുള്ള കളിയായിരുന്നു പഴയ കാലത്തുള്ള കളി. ആനന്ദമുള്ള പരസ്പര സ്നേഹത്തിലൂടെയുള്ള കളിയായിരുന്നു. ഭക്ഷണം ഉണ്ടാക്കി കളിക്കുക. അതിൻ്റെ ഇടയിൽ നമ്മളെ പറമ്പിൽ എവിടെയെങ്കിലും കീറിയ ബാഗ് ഉണ്ടെങ്കിൽ ആ കീറിയ ബാഗ് തോളിലിട്ട് കൊണ്ട് ഒരാൾ ദുബായിലേക്ക് പോകും. അല്പനേരം കഴിഞ്ഞാൽ ദുബായി പോയ ആൾ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരും. അപ്പൊ വീട്ടുകാരെ സ്വീകരിക്കും. അയാളെ കയ്യിൽ വലിയ പണത്തിന്റെ കെട്ടുണ്ടാകും, കടലാസിന്റെ കെട്ട്. അതൊക്കെ സ്വീകരിച്ച് വീടുണ്ടാക്കി വൈകുന്നേരം വരെ വീട്ടിൽ സന്തോഷകരമായി നമ്മൾ കളിക്കും. മഗ്രിബ് ബാങ്ക് കൊടുക്കാൻ സമയമാകുമ്പോ നമ്മളമ്മക്കുണ്ട് ഒരു കുട്ടികളൊരു വിളി. പഴയ കാലത്ത് ഉമ്മ വിളിക്കൽ എങ്ങനെ? ഓമന പേരാ വിളിക്ക. മോനെ, കുഞ്ഞുട്ടിയെ, കുഞ്ഞോളെ, അമ്മോ, മോളോ, മഗ്രിബാൻ കൊടുക്കാനായി ഒന്നും കിട്ടി വരി മക്കളെ എന്ന് പറഞ്ഞ് സ്നേഹത്തിൽ ചാലിച്ചൊരു വിളി മഗ്രിബാൻ കൊടുക്കാൻ സമയത്ത് ഉമ്മാർക്ക്. ആ വിളി കേൾക്കുമ്പോ കളിയുടെ ലഹരി മൂത്ത മക്കൾ വരില്ല. കാരണം കളി തുടങ്ങിയതുപോലെ അവർക്ക് ഓർമ്മയില്ല. മഗ്രിബാൻ കൊടുക്കാൻ സമയമായതും അവർക്ക് ഓർമ്മയില്ല. ആനന്ദപൂരിതമായ കളിയാ. കളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഉമ്മാന്റെ വിളി വന്നപ്പോഴും വിളി കേൾക്കാതെ കളിച്ചുകൊണ്ടിരിക്കുന്നു. 5 മിനിറ്റ് ഉമ്മ അങ്ങനെ നോക്കും, നേരത്തെ വിളിച്ചിട്ടും വന്നില്ല. അങ്ങനെ ആയാൽ പറ്റൂല. ഉമ്മാന്റെ വിളി പിന്നൊന്ന് സ്ട്രോങ് കൂടും. ഉമ്മ പിന്നെ വിളിക്കല് ഒന്ന് ടൂണൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഹലാക്കേ, പണ്ടാറേ, ശൈത്താനെ, ഇബ്ലീസെ, കുരുത്തം കെട്ടതേ, ഇങ്ങോട്ട് വരികടല്ലെങ്കിൽ ഞാൻ കാണിച്ചടാ. ഉമ്മാന്റെ വിളിന്റെ ടൂണ് മാറലോടുകൂടെ കുട്ടിയൊക്കെ മനസ്സിലായി ഉമ്മാന്റെ വിളി സ്ട്രോങ് ആയിട്ടുണ്ട്. അടുത്ത വിളി ചിലപ്പോൾ സൈലന്റ് ഓപ്ഷൻ ആകും, പക്ഷെ വൈബ്രേഷൻ കൂടും. അതുകൊണ്ട് വേഗം പോകലേ നിർവാഹമുള്ളൂ എന്ന് മനസ്സിലാക്കിയ കുട്ടികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കളിച്ച കുട്ടികൾ എഴുതിട്ട് പറയാം ഉമ്മ വടിയേറ്റിരും ഞാൻ പോകുകട്ട. ആദ്യം ചെയ്യണ പണി എന്താണെന്നറിയോ? ഒരാൾ എഴുന്നേറ്റിട്ട് സുബ്ഹാനല്ലാഹ് ഓൻ കൊണ്ടുവന്ന് വെച്ച അരിച്ചാക്കിന് ഒരൊറ്റ തട്ട. രണ്ടാമത്തവൻ ചായപ്പൊടിച്ചാക്ക് തട്ടി മറിച്ചു. മൂന്നാമത്തവൻ അവരുണ്ടാക്കി വെച്ച ചിരട്ടപ്പുട്ടുണ്ടായിരുന്നു ചവിട്ടി പൊട്ടിച്ചു. 5ാമത്തെ വില്ലാളി വീരൻ കുറ്റിപ്പര തല്ലിപ്പൊളിച്ചു. എല്ലാവരും എല്ലാം ഉണ്ടാക്കിയതും തല്ലിപ്പൊളിച്ചിട്ടവൻ അവന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. വീട്ടിലേക്ക് ഓടി ചെല്ലുമ്പോ മാതാവ് ചോദിക്കുന്നു, മക്കളെ രാവിലെ പോയതല്ല നിങ്ങൾ കളിക്കാൻ, എന്തൊക്കെ കളിച്ചു മക്കളെ? മക്കള് പറയും ഉമ്മ ഭക്ഷണം ഉണ്ടാക്കി കളിച്ചു, ഗൾഫിൽ പോയി, ഗൾഫിൽ നിന്ന് വന്നു, നല്ല വീടുണ്ടാക്കി, പണമുണ്ടാക്കി, സുഖങ്ങളുണ്ടാക്കി, സൗകര്യങ്ങൾ ഉണ്ടാക്കി, എല്ലാ കളി കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോരുമ്പോ മക്കളെ കളിയിൽ നിന്ന് കിട്ടിയ ലാഭം എവിടെ? നിങ്ങളെ മുതലിൽ നിന്ന് കിട്ടിയ സമ്പാദ്യം എവിടെ? നിങ്ങൾ നടത്തിയ കച്ചവടത്തിൽ നിന്ന് കിട്ടിയ ലാഭം മുതൽ എവിടെ? അപ്പോഴാ മക്കളെ കയ്യിലേക്ക് നോക്കുക. കയ്യിലും കാലിലും കുറെ അഴുക്കുകൾ ബാക്കിയായി എന്നതല്ലാതെ കളിയുടെ ലാഭമില്ല. ഇതാണ് ദുന്യാവിന്റെ കളി, ഇതാണ് ദുന്യാവിന്റെ കളി. എന്റെ സഹോദരങ്ങളെ, സഹോദരികളെ, ഈ ദുന്യാവിലുള്ള കളി എത്ര മാത്രമാ. ഇവിടെ വീടുണ്ടല്ലേ, മുതലുണ്ട്, ഗൾഫുണ്ട്, സുഖമുണ്ട്, സൗകര്യങ്ങളുണ്ട്. പാവങ്ങളായി നമ്മൾ അല്ലാഹു തിരിച്ചു വിളിച്ചാൽ ഏത് സമയത്താണ് തിരിച്ചു വിളിക്കുക? ആ സമയത്ത് നമ്മൾ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി യാത്ര പോയാൽ നമ്മളെ കൊണ്ടുപോയി അല്ലാഹുവിന്റെ അടിമയാകുന്ന നമ്മളെ കൊണ്ടുപോയി ഖബറാകുന്ന കല്ലറ കൂട്ടിലടക്കം ചെയ്ത് അതിന്റെ മേലെ കല്ല് വെച്ച് ഇന്നലെ വരെ കൂടെ നടന്നിരുന്നവര് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. ഈ മണ്ണിലേക്കാ നിങ്ങളെ മടക്കിയത്, ഇതിൽ നിന്നാ നിങ്ങളെ സൃഷ്ടിച്ചത്, ഇതിലേക്കാ നിങ്ങളെ മടക്കിയത്, ഇനിയും ഇതിൽ നിന്ന് നിങ്ങളെ പുനർത്തെഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞ് മണ്ണിട്ട് തിരിച്ചു പോരുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു ആ റൂഹിനവനിലേക്ക് തിരിച്ചു കൊടുക്കുകയാ. ഇന്നലെ വരെ ബെറ്റിൽ കിടന്ന് നമ്മൾ ഇന്ന് വെറും മണ്ണില. ഇന്നലെ വരെ പായിടവും ഫാനിന്റെ കാറ്റും കൊണ്ട് കിടന്ന് നമുക്കിന്ന് ഒരു ചെറിയ കാറ്റില്ലാത്ത ഖബറാകുന്ന കല്ലറ കൂട്ടില. ഖബറാകുന്ന കല്ലറ കൂട്ടിലേക്ക് നമ്മളെ റൂഹ് തിരിച്ചു തരുമ്പോ എന്റെ സഹോദരങ്ങളെ കണ്ണ് തുറന്നിങ്ങനെ നോക്കുകയാണ്. എവിടെ എന്റെ മക്കള്? എവിടെ എന്റെ മാതാപിതാക്കള്, കുടുംബക്കാർ? എവിടെ എന്റെ പണം, സമ്പാദ്യം, കച്ചവടം? എവിടെ? ഒന്നും കാണാനില്ല.
മേലക്കല്ല, രണ്ട് ഭാഗത്തെ മതിലാ, അടിയില് മണ്ണാ. അപ്പോഴാ തിരിച്ചറിയുക ഇതുവരെ നടന്നത് കളിയാണ്, കളിയാണ്, കളിയാ. ഇപ്പോഴാണ് എന്റെ ജീവിതം അതാ കാര്യത്തിലേക്ക് കടന്നത്. ആ സമയത്ത് എന്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയ ഒന്നുമില്ല. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, രക്ഷിതാക്കളെ, ചെറുപ്പക്കാരെ, കളിക്കാം, കളിക്കാം. പക്ഷേ കളിക്കടയിൽ വരാനുള്ള കാര്യം മറക്കരുത്, കളിക്കടയിൽ മതി മറക്കരുത്. ഈ ജീവിതം കഴിഞ്ഞ മറ്റൊരു ജീവിതമുണ്ടെന്നുള്ള ബോധം നമ്മുടെ മനസ്സിൽ നിന്നെടുത്ത് മാറരുത്. അത്രേ വേണ്ടു. ലോകത്ത് ഈ ഭൂമിയിൽ കളിക്കാം. കളിയിൽ നിന്ന് കുറച്ചൊക്കെ മുതലേ പണം, സുഖം, സൗകര്യങ്ങളൊക്കെ ഒരു മനുഷ്യന് വേണം. കളിയും സുഖങ്ങളും സൗകര്യങ്ങളും കുറച്ച് ഈ ഭൂമി ലോകത്തെ മനുഷ്യന് വേണം. സമ്പാദ്യമില്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയുമോ? സൗകര്യങ്ങളില്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയുമോ? അതൊക്കെ ഈ ഭൂമി ലോകത്ത് വേണം. പക്ഷേ കളിക്കിടയിൽ കാര്യം മറക്കരുത്. പെരയിൽ കല്യാണം നടക്കുക, തകൃതമായ കല്യാണം, സുന്ദരമായ കല്യാണം. ബിരിയാണി ഇങ്ങനെ വെച്ച് വളമ്പൊന്നും പറഞ്ഞവരും പറയാത്തവരും കല്യാണ പന്തലിലേക്ക് അടിച്ച് കയറുക. വൈകുന്നേരം വരെ കല്യാണം തകൃതിയായി നടന്നു. മഗ്‌രിബാൻ കൊടുക്കാൻ സമയത്ത് ജനങ്ങളൊക്കെ ആഹ്ലാദത്തിൽ ഇരിക്കുമ്പോ പെരക്കാരൻ പൊട്ടിക്കരയാ. അപ്പൊ ആൾച്ചത് എന്തേ കരയുന്നു? ഭക്ഷണം തികഞ്ഞില്ലേ? തികഞ്ഞു. പിന്നെന്താ കരയണം? പണം തികഞ്ഞില്ലേ? തികഞ്ഞു. എന്നൊരു പ്രയാസമില്ല. പിന്നെന്തേ കരഞ്ഞു? ബിരിയാണി വെച്ചു, ആളുകളെ സൽക്കരിച്ചു, ജനങ്ങൾ ഉഷാറായി തിന്നുപോയി. തിരക്കിനിടയിൽ നമ്മൾ ഈ നിക്കാഹ് മറന്നുപോയി. സത്യത്തിൽ കല്യാണം എന്ന് പറഞ്ഞാൽ പന്തലിടലോ ബിരിയാണി വെക്കലോ അല്ല. യഥാർത്ഥ ബിദ്അത്ത് മഖ്സൂദ് നിക്കാഹ. തിരക്കിനിടയിൽ നിക്കാഹ് മറന്നാൽ നിങ്ങൾക്കറിയുമോ? മഹാനായ മുആവിയ ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുകയാണ്. ലോകത്തോട് വിട പറയുമ്പോ ആ മഹാനവറുടെ ജനാസ കൊണ്ടുപോവുകയാ. മഹാനവറുടെ ജനാസ കൊണ്ടുപോകുമ്പോ സഹോദരങ്ങളെ, ആ ജനാസയുടെ കൂടെ 70,000 മലക്കുകളാ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മയ്യത്തിന്റെ കൂടെ 70,000 മലക്കുകൾ. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു. ഈ മയ്യത്തിന് പൊറുക്കണേ അല്ലാ, ഈ മയ്യത്തിനോട് കരുണ കാണിക്കണേ നാദാ എന്ന് പറഞ്ഞ് 70,000 മലക്കുകള് മഹാനായ മുആവിയ ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ കൂടെ പോവുകയാ. അല്ലാഹുവിന്റെ ഹബീബ് പോലും അത്ഭുതപ്പെട്ടു പോയി. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീലേ, മുആവിയ ഇബ്നു മുആവിയ ഇത്ര വലിയ സ്ഥാനം കിട്ടാൻ കാരണമെന്താ? ഇത്ര വലിയ ഉന്നതമായ സ്ഥാനം മുആവിയ ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹു ലഭിക്കാൻ കാരണമെന്താ? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, യാ റസൂലല്ലാഹ്, മുആവിയക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു നബിയേ. കാന ലാ യദ്ഹബു വലാ യഖൂമു വലാ യർകബു ഇല്ലാ ഹുവ യഖറഉ സൂറത്തുൽ ഇഖ്ലാസ്. മുആവിയ റളിയല്ലാഹു അൻഹു നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതാ പതിവുണ്ടായിരുന്ന നബിയേ. നടക്കുമ്പോഴും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കും. കിടക്കുമ്പോഴും ഉറക്ക വരോളം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതിക്കൊണ്ടിരിക്കും. എല്ലാ സമയത്തും വെറുതെ കിട്ടുന്ന സമയത്തൊക്കെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഇങ്ങനെ ഓതുന്നവരെ സ്വഭാവമുണ്ടായിരുന്ന നബിയേ. അതുകൊണ്ടാണ് അവസാനത്തെ യാത്ര 70,000 മലക്കുകളുടെ സാന്നിധ്യത്തിലെ സൗഭാഗ്യം ലഭിച്ചതെങ്കിൽ എൻ്റെ ഉമ്മമാരെ, രക്ഷിതാക്കളെ, സഹോദര സഹോദരി, പാവങ്ങളായ നമ്മൾ ഈ ലോകത്തോടെ യാത്ര പോകുമ്പോ അല്ലാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകാൻ, ആരുമില്ലാത്ത ഖബറും നാളെ മഹ്ശറയിലും രക്ഷപ്പെടാൻ വിഭവങ്ങൾ ഒരുക്കാൻ ഞാനും നിങ്ങളും സന്നദ്ധരാവണേ. ഇത് പറയാനാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷക്കാലം സാഹസപ്പെട്ടത്. നിങ്ങളുടെ ജീവിതം വരാനിരിക്കുന്നേ ഉള്ളൂ.
മറ്റൊരു ജീവിതം നിങ്ങൾക്ക് വരാനുണ്ട്. ആ ലോകത്തെ രക്ഷപ്പെടലാണ് നിങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് ദുന്യാവിൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി നിങ്ങൾ ജീവിക്കണം. ഖാലിഖായ റബ്ബിന്റെ പൊരുത്തം നേടി നിങ്ങൾ ജീവിക്കണം. അതിനെന്ത് വേണം? അള്ളാഹുവിന്റെ പൊരുത്തമുള്ളവരാകണം. ലോകത്തോട് ഏത് സമയത്താ അള്ളാഹു നിശ്ചയിച്ച സമയത്തിൽ നിന്ന്, നമ്മൾ യാത്ര പോകേണ്ട സമയത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആർക്കും സാധ്യമല്ല. ഒരു ജീവി ജനിക്കുകയില്ലെന്നു തന്നെ കരുതിയിട്ടുണ്ടവനുള്ള മൃത്യുകാലം. ഒരു ലേശമതൊന്ന് മാറ്റിവെക്കാൻ അരുതാർക്കും വിഫലം മനുഷ്യയത്നം. മനുഷ്യന് ഭൂമി ലോകത്തേക്ക് കടന്നു വരുമ്പോ തിരിച്ച് യാത്ര ചെയ്യേണ്ട സമയം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ എപ്പോഴാ തിരിച്ചു പോകേണ്ടത്? അള്ളാഹു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അതേ സമയത്ത് തിരിച്ചു പോകും മനുഷ്യൻ, അതേ സമയത്ത് തിരിച്ചു പോകും. അതിനവരൽപ്പം പിന്നോട്ടോ വലിക്കാനോ മുന്തിക്കാനോ പിന്തിക്കാനോ ഒരു മനുഷ്യന് സാധ്യമല്ല. ഇദാ ജാ അജലഹും, ഒരു മനുഷ്യൻ അള്ളാഹു നിശ്ചയിച്ച സമയമുണ്ടല്ലോ, ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഒരണിമണി തൂക്കം അല്ലാഹു അത് പിന്തിക്കുകയോ മുന്തിക്കുകയോ ഇല്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുമ്പോ, പിന്നെ മനുഷ്യന് സമാധാനം കിട്ടാനുള്ള വഴി, ഉമ്മമാരെ രക്ഷിതാക്കളെ, പോകുന്ന സമയത്ത് സന്തോഷത്തിൽ മരിക്കാൻ ഒരുങ്ങലാ. വിഷമമില്ലാതെ പ്രയാസമില്ലാതെ പുഞ്ചിരിച്ച് യാത്ര പോകാൻ ഒരുങ്ങുന്നവരും മനുഷ്യന് യാത്ര മുതൽ പിന്നെ ജീവിതം ആനന്ദമാണ്. യാത്ര മുതൽ പിന്നെ ജീവിതം ആഹ്ലാദമാണ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് നമ്മൾ